ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി എളുപ്പത്തിൽ ഈസിയായിട്ട് പീച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഇടിയപ്പത്തിൻ്റെ അച്ചുമുണ്ട്. നൂൽപുട്ട് എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുക. എൻ്റെ മരുമക്കളുടെ നാട്ടിൽ കൊച്ചിയിലെ എറണാകുളത്തൊക്കെ ഇടിയപ്പം എന്നാണ് ഇതിന് പറയുക. ഇടിയപ്പം എന്നാണ് ഇതിന് പറയുക. ഇതിനു വേണ്ടി 1 കപ്പ് വറുത്ത പൊടിക്ക് 1.5 കപ്പ് വെള്ളം, നല്ലോണം 1.5 കപ്പ് വെക്കണം. അങ്ങനെ നന്നായി വാട്ടിയിട്ട് നമുക്ക് ഈ അച്ചിൽ ഇട്ട് നമ്മളിരിക്കുന്ന സ്റ്റൂളിലോ ബെഞ്ചിലോ എന്തിലായാലും നന്നായി പത്തിരിക്ക് കുഴക്കും പോലെ കുഴച്ചിട്ട്, ഒരുപാട് കുഴക്കണ്ട, 1 കപ്പിന് 1.5 കപ്പ് വെള്ളം വെച്ചുകൊണ്ട് വാട്ടിയാൽ എളുപ്പത്തിൽ കുഴച്ചെടുക്കാം. ഒന്നാണ് കുഴച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് അച്ചിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇരിക്കണ ഇരിപ്പിൽ നമ്മളെ കാലുകൊണ്ട് അച്ചിൻ്റെ കാലുമൊന്ന് തടവ് കൊടുത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇറക്കി പീച്ചെടുക്കാം സുഖമായിട്ട്. ഒരുപാട് ബലം പ്രയോഗിച്ചൊന്നും പീച്ചേണ്ട ആവശ്യമില്ല. എളുപ്പത്തിൽ ഈസിയായിട്ട് നമ്മൾ ഇരിക്കണ പാട്ടിലിരുന്ന് കറക്കി കൊടുത്താൽ മതി. ചുവട്ടിലൊരു ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടുകൾ നമുക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് തന്നെ പീച്ചാം. പിന്നെ പ്ലേറ്റുകളിലോ പേപ്പറിലോ എന്തിലും നമുക്ക് പീച്ചി വെച്ച്, പിന്നെ രണ്ടാമത് ഇഡ്ഡലി ചെമ്പ് വെന്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കൈ കൊണ്ട് തന്നെ എടുത്ത് വെച്ച് കൊടുക്കാം. ഇങ്ങനെ കറക്കി കൊടുക്കാം, ഈസിയായിട്ട് കറക്കി കൊടുക്കാം. നല്ല ടേസ്റ്റിയായ നല്ല സോഫ്റ്റായ ഇടിയപ്പം നൂൽപുട്ട് റെഡിയായി കിട്ടും. ഇങ്ങനെ വാട്ടിയാണ്ട് ഉണ്ടാക്കിയാൽ. ഏതായാലും വീഡിയോ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കുഞ്ഞു ലൈക്ക് അടിച്ച് എന്നെ സഹായിക്കണേ. ഇങ്ങനെ ഇഡ്ഡലി ചെമ്പിൽ സ്റ്റൗവിൽ വെള്ളം വെച്ച് കൊടുത്ത് ആ തട്ടുകൾ അതിന് മുകളിലേക്ക് വെച്ച് കൊടുത്ത് അടച്ച് വെച്ച് നമുക്ക് എല്ലാ തട്ടുകളും വെച്ച് കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. വളരെ ടേസ്റ്റിയായ ഒരു നൂൽപുട്ട് ഇടിയപ്പമാണിത്. ഇതിലേക്ക് ഞാനിന്ന് ചെറുപയർ കറിയാണ് ഉണ്ടാക്കുന്നത്. ഏത് കറിയും വെച്ച് വയറ് നിറയെ ടേസ്റ്റിയായിട്ട് കഴിക്കാം. ബാക്കിയുള്ളതും കൂടെ ഇങ്ങനെ പത്തിരിക്ക് കുഴക്കും പോലെ കുഴച്ചെടുത്ത് വീച്ചാം. അത് കുറച്ച് ടൈറ്റിലായാലും കുഴപ്പമൊന്നുമില്ല. അച്ച് ഇതായതുകൊണ്ട് നമ്മുടെ നാട്ടിലെ അച്ചൊക്കെ കയ്യിൽ പിടിച്ച് തിരിക്കുന്ന അച്ചാണ്. ഇത് എറണാകുളം ഭാഗത്തേക്കുള്ള അച്ചാണ്. ഇഡ്ഡലി ചെമ്പിൽ വെച്ചത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതൊരു ഗ്യാസ് റോളിലേക്ക് തട്ടി കൊടുത്ത് ഇനി ആ പ്ലേറ്റിലൂടെ പീച്ച് വെച്ചത്, ഞങ്ങളിതിന് പീച്ച എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുക എന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇങ്ങനെ ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടിലേക്ക് പ്ലേറ്റിൽ നിന്ന് കൈകൊണ്ട് എടുക്കുമ്പോൾ കേടൊന്നും വരില്ല, വാട്ടിയ പൊടി ആയതുകൊണ്ട് തന്നെ. അല്ലെങ്കിൽ അത് അമർന്നു പോവും, വാട്ടിയ പൊടി അല്ലെങ്കിൽ. രണ്ടാമത്തെ തട്ടുകളും വെച്ച് കൊടുത്ത് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നന്നായിട്ട് ഗുളികകളുണ്ട്, നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. ചെറുപയർ മാത്രം അവർക്ക് വലിയ ഇഷ്ടമല്ല, എങ്കിലും ഇന്ന് ചെറുപയറാണ് കറി ഉണ്ടാക്കിയത്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും ഒരു വീഡിയോയുമായി വരാം ഇൻഷാ അല്ലാഹ്.